ദൈവത്തിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജി ഓഫ് ഗുഡ്നസ് ടുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന ദൈവത്തിന്റെ വചനം സാർശവാക്യങ്ങൾ 21 അധ്യായത്തിന്റെ 16 വാക്യമാണ്. നിന്റെ അധരം നേര് സംസാരിച്ചാൽ എൻ്റെ അന്തരംഗങ്ങൾ ആനന്ദിക്കും. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ അധരങ്ങൾ നേര് സംസാരിക്കണമെന്നാണ്. ഒരു ദൈവമകൻ, ഒരു ദൈവമകൾ നേര് സംസാരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ അന്തരംഗം ആനന്ദിക്കും. ദൈവത്തിന് വളരെ സന്തോഷമുണ്ടാകും. ദൈവം നമ്മളെ നോക്കിക്കൊണ്ടായിരിക്കുന്നത്, നമ്മളിരിക്കുന്നത്, നമ്മൾ എഴുന്നേൽക്കുന്നത്, നമ്മൾ നടക്കുന്നത്, നമ്മൾ പോകുന്നത്, നമ്മൾ ജോലി ചെയ്യുന്നത്, നമ്മുടെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങൾ, നമ്മൾ സംസാരിക്കുന്ന എല്ലാം കർത്താവ് നോക്കിക്കൊണ്ടായിരിക്കുന്നത്. അവൻ്റെ ഉള്ളം കയ്യിൽ നമ്മളെ വരച്ചു വെച്ചിരിക്കുക. അവൻ എപ്പോഴും കാണാം നമ്മളെ. നാം എന്ത് ചെയ്യുന്നു എന്ന് അവൻ നോക്കിക്കൊണ്ടിരിക്കുക. ഒരു CCTV വെച്ചിട്ട് ചുറ്റുമുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു മുറിയിലിരുന്ന് ആ TV സ്ക്രീനിലൂടെ കാണുന്നത് പോലെ, ഇതിലൂടെ കമ്പ്യൂട്ടറിലൂടെ നാം കാണുന്നത് പോലെ ദൈവം നമ്മളെ അവൻ്റെ കയ്യിൽ വരച്ചു വെച്ചതിന് ശേഷം അവൻ നോക്കിക്കൊണ്ടിരിക്കുക. നാം എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. നാം സംസാരിക്കുന്നവൻ നോക്കിക്കൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ ഭക്തന്മാർ തമ്മിൽ സംസാരിക്കുന്നവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നാം നേര് സംസാരിച്ചാൽ ദൈവത്തിൻ്റെ അന്തരംഗം ആനന്ദിക്കും. ദൈവത്തിന് വലിയ സന്തോഷം ഉണ്ടാവും. എൻ്റെ കുഞ്ഞ് കണ്ടോ, എൻ്റെ മകനാണവൻ, എൻ്റെ മകളാണവൾ, അവൾ നേര് സംസാരിക്കുന്നത് കണ്ടോ, അവന് ഭയങ്കര സന്തോഷം അവൻ്റെ ഹൃദയത്തിലുണ്ടാകും. അത് അവന് മഹത്വം കൊടുക്കുന്ന ഒന്നാണ്, അത് അവനെ മഹിമപ്പെടുത്തുന്ന ഒന്നാണ്. അതുകൊണ്ട് ദൈവം അതിന് നമ്മോട് പറയുകയാണ്, നിന്റെ അധരം നേര് സംസാരിച്ചാൽ എൻ്റെ അന്തരംഗം ആനന്ദിക്കും. യെശയ്യാ പ്രവാചകൻ, അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു. ഉസിയ എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹം മരിച്ച ആണ്ടിൽ, ഉസിയ രാജാവ് 52 വർഷം ഭരിച്ച ഒരു രാജാവാണ് ഉസിയ രാജാവ്. 16-ാമത്തെ വയസ്സിൽ ഭരണമേറ്റ് 52 വയസ്സ് വരെ അവൻ ഭരണം നടത്തി. എന്നാൽ 52-ാമത്തെ വയസ്സിൽ പുള്ളിക്ക് പൗരോഹിത്യ ശുശ്രൂഷയോട് ലഭിക്കുവാൻ വേണ്ടി അവൻ ദേവാലയത്തിൽ ധൂപപീഠത്തിന്മേൽ കയറി ധൂപം കാട്ടുകയാൽ, അപ്പോൾ പുരോഹിതന്മാർ തടുത്തു, ലംഘനമാണ് കാണിക്കുന്നതെന്നെല്ലാം പറഞ്ഞെങ്കിൽ അതൊന്നും ചെവിക്കൊള്ളാതെ അവൻ ധൂപപീഠത്തിന്മേൽ കയറി ധൂപകലശം എടുത്തപ്പോൾ അവൻ്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങുകയും ഒടുവിൽ അവൻ്റെ അവസാന നാളുകൾ അവൻ എവിടെയാണ്, ഈ കുഷ്ഠരോഗികൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന ആ ഒരു മുറിയിൽ അടയ്ക്കപ്പെടേണ്ടതായിട്ട് വന്നു. അവൻ്റെ മരണം വരെ അവൻ അവിടെ കഴിയേണ്ടതായിട്ട് വന്നു. അത് ആത്മീയ ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുക്കപ്പെടാത്ത ആളുകൾ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി കയറി പിടിച്ചു വാങ്ങുമ്പോൾ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ ദൈവവചനം പറയുകയാണ്, ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ദൈവത്തിന് വളരെ കഷ്ടം കൊണ്ടുവരുന്ന ഒന്നാണ്. അപ്പം നമ്മുടെ അധരത്തിലൂടെ നേര് സംസാരിച്ചാൽ എൻ്റെ അന്തരംഗങ്ങൾ ആനന്ദിക്കും. എന്നോട് ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം ചില സഭയുടെ മൂപ്പന്മാർ പറഞ്ഞ നുണകൾ കേൾക്കുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. പച്ചയ്ക്ക് നുണ പറയാൻ ഒരു മടിയില്ലാതെ അവർ നുണ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം വരാറുണ്ട്. ഞാനൊരു സാധാരണ ഒരു മനുഷ്യൻ. എന്നാൽ ദൈവത്തിൻ്റെ മനസ്സിൽ എന്തോരം സങ്കടം ഉണ്ടായിരിക്കും. അവർ ഈ നുണ പറയുമ്പോൾ അവർക്കൊരു മടിയില്ല. അവർ പറയുന്ന നുണയാണെങ്കിലും അവർക്കൊരു മടിയില്ല, അങ്ങനെ പറയുവാനായിട്ട് അവർക്കൊരു മടിയുമില്ല. ഇവിടെ യെശയ്യാ പ്രവാചകൻ, അദ്ദേഹം ഒരു പ്രവാചക ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. ഒത്തിരി ദീർഘദർശന ശുശ്രൂഷകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂസിലെ മരണത്തെക്കുറിച്ചെല്ലാം ഭയങ്കരമായിട്ട് പ്രവചിച്ച ഒരു ദൈവദാസനാണ് യെശയ്യാവ്. എന്നാൽ ആ ശുശ്രൂഷകളുടെ ആരംഭഘട്ടത്തിലായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം നിങ്ങൾക്കയ്യോ കഷ്ടം എന്നെല്ലാം പറഞ്ഞ് പ്രവചിച്ച് വന്നതിന് ശേഷം ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ പുള്ളി ഒരു ദർശനം കാണുക, പ്രവാചകനോട് ദർശനം കാണുകയാണ്. ആ ദർശനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ സിംഹാസനത്തിന് ചുറ്റും ആ ദൂതന്മാർ വന്നു നിന്നിട്ട് ഓരോ ദൂതന് 6 ചിറക് വീതമുണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു വെളിച്ചത്തിലേക്ക് നോക്കുവാൻ കഴിയാതെ, അതിൻ്റെ യെശയ്യാവ് 6:1, ഉസിയ രാജാവ് മരിച്ചാണ്ടിൽ കർത്താവ് ഉയർന്നു പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സറാഫുകൾ അവന് ചുറ്റും നിന്നു. ദൂതന്മാർ ചുറ്റും നിന്നതിന് ശേഷം ദൈവത്തിൻ്റെ ആ വിശുദ്ധിയിലേക്ക് നോക്കുവാൻ കഴിയാതെ വണ്ണം അതിൻ്റെ വെളിച്ചം ഭയങ്കരമായിരുന്നുകൊണ്ട് അവർ 2 ചിറകൊണ്ട് അവരുടെ മുഖം അങ്ങോട്ട് മറച്ചു. ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ മുൻപിൽ നിൽക്കുവാൻ കഴിയാതെ വണ്ണം അവർ 2 ചിറകൊണ്ട് തങ്ങളുടെ പാദങ്ങൾ അങ്ങ് മറച്ചു. അതിനുശേഷം അവർ 2 ചിറകൊണ്ട് പറന്നുകൊണ്ട് ഒരുവനോടൊരുവൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, നിന്റെ മഹത്വം കൊണ്ട് ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്നു എന്ന് അവർ ആർത്ത് പറഞ്ഞു. അതെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവം തൻ്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടുന്ന മഹിമ നിമിത്തം ഭൂമി മുഴുവൻ ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുക. നാം നേര് സംസാരിക്കുമ്പോൾ ദൈവ മഹത്വം നമ്മുടെ മേൽ ഇറങ്ങി വരും. ദൈവത്തിൻ്റെ മഹിമ നമ്മുടെ മേൽ വെളിപ്പെടും. ദൈവത്തിൻ്റെ വെളിച്ചം നമ്മുടെ മേൽ വരും. ഭൂമി മുഴുവൻ ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുക. ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ അവൻ പറയുകയാണ്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന് നടുവിൽ പാർക്കുന്ന ഒരു മനുഷ്യൻ.
അതെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, ഒരു പക്ഷേ താങ്കൾ ഒരു ശുശ്രൂഷകനായിരിക്കാം, ഒരു പാസ്റ്റർ ആയിരിക്കാം, ഒരു ദൈവദാസൻ, ഒരു ദൈവദാസി, നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ. എന്നാൽ ശുദ്ധിയില്ലാത്ത ആളുകളുടെ ഇടയിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ, ഒരു പക്ഷേ നിങ്ങളെ പ്രവോക്ക് ചെയ്യുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ അധരങ്ങളിൽ നിന്നും അശുദ്ധി പുറപ്പെടുവാൻ സാധ്യതയുണ്ട്. ഇവിടെ ദൈവത്തിന്റെ മഹിമ കണ്ടു കഴിഞ്ഞപ്പോൾ പ്രവാചകനായ യെശയ്യാവ് പറയാണ്, അയ്യോ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യന്റെ എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ. അവന്റെ സങ്കടം അതാണ്, ദൈവത്തെ കണ്ടു, പക്ഷെ അവന്റെ അശുദ്ധി അവനെ ഭയങ്കരമായിട്ട് പ്രയാസപ്പെടുത്തി. അപ്പോൾ ഉടനെ ഒരു ദൂതൻ വന്നിട്ട് അവിടെ ആ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് അവന്റെ അടുക്കൽ പറന്നു വന്നിട്ട് അതെന്റെ വായ്ക്ക് തൊടുവിച്ചു, ഇതാ നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകത്ത് നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ ശുദ്ധീകരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കൾ ഒരു പാസ്റ്ററോ, ഒരു ഇടയനോ, ഒരു മൂപ്പനോ, ഒരു ശുശ്രൂഷകനോ, ഒരു സാധാരണ വിശ്വാസിയോ ആരുമായിക്കൊള്ളട്ടെ, എന്നാൽ നാം ഈ ലോകത്തിൽ, ഈ പാപവും അതിക്രമവും നിറഞ്ഞ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം ഒരുപക്ഷെ നമ്മുടെ അധരങ്ങൾ അശുദ്ധി നിറഞ്ഞതായി പോകുവാനുള്ള സാധ്യതയുണ്ട്. നാം കർത്താവിനോട് പറയുമോ, നിന്റെ അഗ്നിയാൽ എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് നാം പറയുമെങ്കിൽ നമ്മുടെ നാവിനെ അവൻ ശുദ്ധീകരിച്ച് നമ്മുടെ അകൃത്യങ്ങളെ നീക്കി ദൈവത്തെ കൂടുതൽ സന്തോഷത്തോടെ കാണുവാൻ തക്കവണ്ണം, നമ്മുടെ രാജാവിനെ അവൻ്റെ മഹിമയോടെ കാണുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കും. ഇന്ന് ഈ വചനങ്ങൾ ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവവചനം ജീവനും ചൈതന്യവും ഉള്ളതാണ്. നാം ശുദ്ധിയുള്ള അധരങ്ങൾ കൊണ്ട് സംസാരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നാം നേരെ സംസാരിച്ചാൽ കർത്താവിൻ്റെ അന്തരംഗത്തിന് വലിയ സന്തോഷമുണ്ടാകും. ഈ നാളുകളിൽ സത്യം സംസാരിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം ഈ വചനം കേൾവി അതിന് മുഖാന്തരമായി തീരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ അനുഗ്രഹീതമായ നല്ല ദിവസമായിട്ട് അടിയങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വചനം കേട്ട മക്കളൊക്കെ അനുഗ്രഹിക്കണമേ കർത്താവേ. ദൈവമേ, അങ്ങയുടെ മഹിമ കാണുവാൻ തക്കണം. അങ്ങയുടെ മഹിമ കൊണ്ട് ഈ ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ, ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ, ഞങ്ങൾ പാർക്കുന്ന ഇടങ്ങളിൽ എല്ലാം ദൈവത്തിന് മഹിമ ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഞങ്ങളെ പരിശുദ്ധപ്പെടുത്തണമേ അപ്പാ. ഞങ്ങളുടെ നാവ് അങ്ങയുടെ അഗ്നി കൊണ്ട് ശുദ്ധീകരിക്കണമേ അപ്പാ. അഗ്നി നാവുകളാൽ ഞങ്ങളുടെ നാവിനെ അങ്ങ് മാറ്റണേ അപ്പാ. അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട മക്കളൊക്കെ അനുഗ്രഹിക്കണം. വിശേഷിച്ച് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരെയൊക്കെ അനുഗ്രഹിക്കണമേ കർത്താവ്. അവരുടെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെല്ലാം തുറക്കട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു കർത്താവ്. വചനം കേട്ട മക്കളൊക്കെ അനുഗ്രഹിക്കുന്നു കർത്താവേ. അവിടെ അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം മഹത്വം എടുത്താട്ടെ. എല്ലാ അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ.